നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഒരുപാട് കാലിയായി കിടക്കുന്ന ഫോൾഡറുകൾ നിങ്ങൾക്ക് കാണാം. പല ഘട്ടങ്ങളിലായി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറുകളാണിത്. നമ്മൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താലും അവ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നമ്മുടെ ഫോണിൽ നിന്ന് പോകുന്നില്ല. ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഫോൾഡർ കാല് കണ്ടിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഫോണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഫോൾഡറാണ് അത് എങ്കിൽ നമുക്കിത് കാലിയായിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതിനകത്ത് ചിലപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ഡാറ്റയോ ഫയലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കാതെ വരാം, ചിലപ്പോൾ അതിൻ്റെ ഡാറ്റയൊക്കെ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ കാലിയായി കിടക്കുന്ന ഫോൾഡറുകൾ മാത്രം ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ കാലിയായി കിടക്കുന്ന ഫോൾഡറുകൾ റിമൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഒരുപാടധികം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷനും അതിൻ്റെ ഫയലുകൾ കണ്ടെത്താനും പ്രവർത്തിക്കാനുമായിട്ടൊക്കെ നമ്മുടെ ഫോൺ മെമ്മറി സ്കാൻ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ പെർഫോമൻസ് ഒരുപാടധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനായി സഹായിക്കുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും, ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഓണായി കിട്ടും. ഇവിടെ വലതുഭാഗത്തായിട്ടൊരു ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെർമിഷൻ അലോ ആവും. ഇനി പിറകോട്ടേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും. ഇവിടെ എംപ്റ്റി ഫോൾഡർ റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പേജ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ടു ക്ലീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലിരിക്കുന്ന എല്ലാ ഫോൾഡറും ഇതുപോലെ സ്കാൻ ചെയ്ത് ലഭിക്കുന്നതാണ്. മുഴുവനാകുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ പുതിയ ഫോണാണെങ്കിൽ വളരെ പെട്ടെന്നാകും, പഴയ ഫോണാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സ്കാനിങ് പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായ ഉടനെ തന്നെ ആപ്ലിക്കേഷൻ തന്നെ എത്ര ഫോൾഡറാണ് കാലിയായി കിടക്കുന്നത് അതൊക്കെ ഡിലീറ്റ് ചെയ്തോളാം. അതിനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഓപ്ഷനൊന്നും ക്ലിക്ക് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് 86 ഫോൾഡറുകൾ ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിലെ കാലിയായി കിടക്കുന്ന ഫോൾഡറൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേക കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന കാലിയായ ഫോൾഡറുകൾ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് ഒരുപാടധികം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.